കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഒരു ഡിസ്കഷൻ നടത്തി വരുമ്പോഴത്തേക്ക് 2-3 കാര്യങ്ങൾ വളരെ ഇതായിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ LDFും UDFും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഈ 3 മുന്നണികളും നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങൾ, അവിടെ ഇപ്പം അതിലൊരു പാറ്റേൺ ഞാൻ നോക്കുന്നത്, ഇപ്പം തിരുവനന്തപുരത്തെ LDFും NDAയും തമ്മിലായിരുന്നു മത്സരം. ഇവിടെ കോൺഗ്രസ്സും അല്ലെങ്കിൽ UDFും 3-ാം സ്ഥാനത്താണ്. കൊടുങ്ങല്ലൂർ വേറെ ഇതാണ്, അവിടെയും ഇതുപോലെ തന്നെ LDFും NDAയും തമ്മിലായിരുന്നു മത്സരം. അവിടെയും കോൺഗ്രസ് 3-ാം സ്ഥാനത്താവും. ഇവിടെ തൃപ്പൂണിത്തുറ എടുത്തു കഴിഞ്ഞാൽ LDFും NDAയും തമ്മിലായിരുന്നു, അവിടെയും കോൺഗ്രസ് 3-ാം സ്ഥാനത്താവും. അപ്പോൾ കേരളത്തിൽ പന്തളത്ത് LDF തിരിച്ചു പിടിക്കുകയാണ്, കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക്. അപ്പോൾ ഈ BJPയെ നേരിടുന്നതിൽ ഒരു പക്ഷേ രാഷ്ട്രീയമായ ഒരു ഫൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൻ്റെ പ്രധാന സാധനം LDFും CPMും തന്നെയാണെന്നുള്ളതാണ്. ഇത് 4 വ്യത്യസ്തങ്ങളായ ഒരു കണ്ടിന്യൂസ് ഏരിയയിലല്ല ഇത് പറയണം. തിരുവനന്തപുരം ഒരു അറ്റത്ത് കിടക്കുന്നു, കൊടുങ്ങല്ലൂർ വേറൊരു ഇടത്ത് കിടക്കുന്നു, പന്തളം വേറൊരു സ്ഥലത്ത് കിടക്കുന്നു, തൃപ്പൂണിത്തുറ വേറൊരു സ്ഥലത്ത് കിടക്കുന്നു. അപ്പോൾ അതിനെ ഒരു പാറ്റേണായിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ BJPക്കെതിരായിട്ടുള്ള ശക്തമായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ്, ഒരു ഇലക്ടറൽ ബാറ്റിൽ നടത്തുന്നത് ശരിക്കും CPM ആണ്. പക്ഷേ ഇതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇലക്ടറൽ ഫീൽഡിൽ നേരിട്ട് ഇങ്ങനെ ഒരു സാധനം നടക്കുമ്പം തന്നെയാണ് CPMും BJPയായിട്ട് ഡീലുണ്ടെന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ഗെയിമിൽ ഇവർ പിന്നോക്ക് പോകുന്നത്. ഇതെങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുന്നത്? സേതു, അതാണ് നമ്മൾ കഴിഞ്ഞ ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന ചർച്ചയിൽ നമ്മളിത് പറഞ്ഞു. കാരണം ഈ CPM BJP ഡീൽ എന്നുള്ളത് ഒരു അസംബന്ധമായേ പറ്റൂ. കാരണം അവർക്കൊരു ഡീലിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പൊളിറ്റിക്സ് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു ഡീലില്ല. പക്ഷേ ഈ ഡീലുണ്ട് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ LDFിന് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ വിജയമുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് അവർ പിന്മാറി, സർക്കാർ കത്തയച്ചു. അപ്പോഴും മന്ത്രിസഭ തീരുമാനം എടുക്കാത്തൊരു കാര്യമാണ്. അതൊരു പോളിസി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സർക്കാരിനുണ്ടായി പറ്റിയ ഒരു വലിയ പിഴവ്, അത് അതിഗംഭീരമായിട്ട് അതങ്ങോട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റി. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു നിലപാടുണ്ട്. അതിൽ ഇപ്പം ശബരിമലയിൽ CPMൻ്റെ നേതാവായിരുന്ന ഒരാളെങ്കിലും, അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, അയാളിപ്പോഴും പാർട്ടിക്കാരനായിട്ട് തുടരുകയാണ്. അയാളുടെ ഒരു സ്ട്രൈക്ക് കപ്പാസിറ്റിയെക്കുറിച്ച് CPMന് മിസ്ഗിവിങ്സ്, ധാരണകളുണ്ട് അതുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത് എന്ന് ഇപ്പോഴും മനുഷ്യർ വിശ്വസിക്കുന്നത്. അതായത് CPMന് ഭയമാണ്, അവർ നിങ്ങൾ എടുക്കേണ്ട നടപടി എടുക്കുന്ന കാര്യം CPM ഭയമാണ് എന്ന് വളരെ എളുപ്പം CPMൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് മനുഷ്യരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാകാത്ത കൂട്ടർ CPMകാർ മാത്രമാണ്.